ഇപ്പോൾ അലോഷ്യസ് സേവറുണ്ട് കേസിൻ്റെ. അലോഷ്യസ്, ഇപ്പോൾ ഈ രീതിയിൽ, അതായത് സെലക്ട് കമ്മിറ്റിക്ക് വിടാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് മാത്രം വിട്ടുകൊണ്ട് വേഗത്തിൽ ഇത് അവതരിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. നിങ്ങളടക്കം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ എതിർപ്പുകൾ, ഭേദഗതികൾ, മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക? സർക്കാർ തീരുമാനിച്ചോ നടപ്പാക്കാൻ പോവുകയാണ്? തീർച്ചയായിട്ടും. കാരണം ഈ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട് പ്രത്യേക മന്ത്രിസഭാ യോഗം പരിഗണിച്ചപ്പോൾ നമ്മൾ കൃത്യമായി പറഞ്ഞു, ധൃതിപ്പെട്ടുള്ള ഈ ബില്ല് നമ്മൾ ഒരിക്കലും സ്വകാര്യ സർവകലാശാലയോ വിദേശ സർവകലാശാലയോ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കാലികമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ അടച്ചെതിർക്കുന്ന ആളുകളല്ല. പക്ഷേ ധൃതിപ്പെട്ടിട്ടുള്ള ഈ നടപടി സർക്കാരും ആരുമൊക്കെയോ ആയിട്ട് നടത്തിയ ഡീലിന്റെ ഭാഗമാണോ എന്ന് നമുക്ക് വലിയ സംശയമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉന്നയിച്ചിരുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ ഇതിന്റെ വരുമരായികളെ പറ്റി കൂടുതൽ ചർച്ച ചെയ്ത്, കഴിഞ്ഞ ദിവസം മന്ത്രി സൂചിപ്പിച്ചിരുന്നു, എല്ലാവരുമായി നല്ല രീതിയിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് ധൃതിപ്പെട്ട് വരുന്നത് എന്തോ ഡീലിന്റെ ഭാഗമാണെന്ന് കൃത്യമായിട്ടുള്ള സംശയം കേസിന്റെ മുൻപിലുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം. പുതിയ നയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറയാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവസരം ലഭിക്കണം എന്നത് ഞങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇനി അങ്ങനെ ഒരു സാധ്യതകൾ നിലവിൽ കാണുന്നില്ല. അത് തന്നെയാണ് പറയുന്നത്. വലിയ ധൃതിപ്പെട്ട് സർക്കാർ വെക്കുന്നത്, സർക്കാർ എന്തൊക്കെയോ ഡീല് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു വാശി. കാരണം ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് നടത്തുന്നത്? കഴിഞ്ഞ 15 വർഷത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ടടിച്ച ഇടതുപക്ഷ സർക്കാർ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം വരേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിനെ കയ്യൂക്കന്റെ രാഷ്ട്രീയം കൊണ്ട് നേരിട്ട ആളുകളാണ് SFI ഉൾപ്പെടെയുള്ള ആളുകൾ. ഇവിടെ SFI ഉറക്കത്തിലാണ്, മൗനത്തിലാണ്. സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത രീതിയിലേക്ക് ശരശിയിൽ കിടക്കുന്ന സാഹചര്യത്തിലേക്ക് SFI മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വലിയ പ്രതിഷേധമുണ്ട്. അത് കൃത്യമായ ചർച്ചകളിലൂടെ, കൃത്യമായ എല്ലാവരെയും കേട്ടതിന് ശേഷം മാത്രം ഇതുമായി മുന്നോട്ട് പോകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണം പറയാനുള്ളത്. ശരി. അലോഷ്യസ് ഇവരാണ് പ്രതികരണം അറിയിച്ചത്. വളരെ നന്ദി അലോഷ്യസ്. പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇങ്ങനെയാണ് ഇപ്പോൾ കേസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. ധൃതിയിൽ ആണ് ഇതിനായി ഈ ഒരു പരിഷ്കാരത്തോട്, അല്ലെങ്കിൽ ഇത് വളരെ മുൻപേ വരേണ്ടതായിരുന്നു. ഇപ്പോൾ ശ്രീ TP ശ്രീനിവാസൻ തന്നെ പറഞ്ഞ പോലെ ആ മാർക്കറ്റ് കേരളത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് വൈകിയാണ് ഇത് തുടങ്ങുന്നത്. എങ്കിൽ പോലും ഒരു നല്ല മാറ്റം വരുന്നത് എല്ലാവരും സ്വീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന് ഇത്തിരി വേണ്ടത്ര ഒരു ചർച്ച നടന്നില്ല എന്നൊരു വിമർശനം ഉണ്ടല്ലോ പ്രശാന്ത്. തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു വേണ്ടത്ര ചർച്ചകൾക്കുള്ള സമയമുണ്ടായില്ല. ചർച്ചകൾ ആവശ്യമാണ് എന്ന കാര്യവും ഒരു അനിവാര്യമാണ്. കാരണം പെട്ടെന്ന് ഈ മാസം, അല്ലെങ്കിൽ മാർച്ച് മാസം 3-ാം തീയതിയാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് മാത്രം ഇത് പരിഗണിക്കാനുള്ള സമയമേ ഉള്ളൂ. ഒട്ടനവധി ഗൗരവതരമായ വിഷയങ്ങൾ വിദ്യാർത്ഥി സംഘടനകളും പൊതുസമൂഹവും ഉന്നയിക്കുന്നുമുണ്ട്. ഇത് നമ്മുടെ നിലവിലുള്ള സർവകലാശാലകളെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നതടക്കമുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു സെലക്ട് കമ്മിറ്റി രൂപീകരിക്കുകയും സെലക്ട് കമ്മിറ്റിക്ക് ഇത് ചർച്ച ചെയ്യാനുള്ളൊരു സമയം നിശ്ചയിച്ച് അതിനുള്ള അവസരവും കൊടുത്താൽ കൂടുതൽ ചർച്ചകൾക്ക്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ സഭയുടെ മുന്നിലേക്ക് വരും. സാധാരണഗതിയിൽ ഒരു സെലക്ട് കമ്മിറ്റി രൂപീകരിച്ചാൽ 6 മാസമെങ്കിലും ചുരുങ്ങിയതൊരു കാലാവധി ഉണ്ടാകും. അപ്പോൾ ഒട്ടനവധി പബ്ലിക് ഹിയറിംഗ് അടക്കമുള്ള യിലേക്ക് ഈ നിയമസഭാ സാമാജികർക്ക്, ഈ സെലക്ട് കമ്മിറ്റിയുടെ ഭാഗമായ സാമാജികർക്ക് അവരിലേക്ക് ചെല്ലാൻ പറ്റും, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റും. അതിനുശേഷം ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിയമമായി ഇത് നിയമസഭയിൽ വരുമ്പോൾ ഇത്തരം ആശങ്കകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നിയമം ഉണ്ടാക്കാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ സർക്കാരാകട്ടെ ആദ്യം തന്നെ സെലക്ട് കമ്മിറ്റിയിലേക്ക് പോകാതെ എന്തായാലും സർക്കാരിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷം അവരുടെ അഭിപ്രായവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വലിയ മാറ്റത്തെ ആളുകൾ സ്വീകരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു വേഗത്തിലാണോ എന്ന സംശയമാണ് പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത്, അല്ലേ?